ഇത് എൻ്റെ കാറാണ്. ഇതിൻ്റെ ബ്രേക്ക് പാഡ് പോയപ്പോൾ അതിപ്പോൾ എങ്ങനെ എന്താണ് സാധനം എന്നറിയാത്തത് കൊണ്ട് ബ്രേക്ക് പാഡ് ഇടുന്ന സമയത്ത് ഷോറൂമിൽ പോയി ഞാൻ നോക്കിയതാണ്. ആ സമയത്ത് അവർ വീഡിയോ എടുക്കാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു നിങ്ങളെ ഫോട്ടോ കൂടി ചാനൽ വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്തു. പിന്നെ അവർ അടങ്ങിയിരുന്നു, സംസാരിച്ചില്ല. അപ്പോൾ കാറിൻ്റെ ഒരു മിഷനിൽ ഇങ്ങനെ പൊന്തിച്ച് അതിൻ്റെ അടിഭാഗത്ത് ടയറെല്ലാം എടുത്ത് അതിൻ്റെ ഉള്ളിലൂടെ ഇതൊരു സാധനം നമുക്കറിയില്ല, ഓർക്കേ അറിയുള്ളല്ലേ, പേര് പറഞ്ഞതൊന്ന് പഠിച്ചു വെച്ചാൽ ബ്രേക്ക് പാഡ് എന്ന് പറഞ്ഞിട്ട്. അത് എന്താണ് സാധനം എന്ന് പറഞ്ഞിട്ട് അവർ അയച്ച് വേസ്റ്റ് മറ്റേ പഴയതിനെടുത്ത് തന്ന മകളയിൽ. അപ്പം നോക്കുമ്പോൾ ഒരു മീനിലൊരു തരണ്ടി മീൻ എന്നൊരു സാധനം ഉണ്ടല്ലേ, അതിൻ്റെ ഒരു കഷ്ണം പോലെ കാണുന്നുണ്ട്. പിന്നെ എന്താണെന്ന് നമുക്കറിയില്ല. പിന്നെ ഷോറൂമിൽ അങ്ങനെ പോയിട്ടൊന്നും നോക്കാൻ വിടുന്നില്ല, പിന്നെ എന്തുകൊണ്ടാണ് വിട്ടെന്നറിയില്ല. പക്ഷേ കാറിൻ്റെ ഓരോ പാർട്സിൻ്റെ വിഷയം പറയുമ്പോൾ വലിയ അത്ഭുതം തോന്നുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കുദരത്താണ് ഇതിലെല്ലാം കാണാനുള്ളത്. അള്ളാഹു താല പടച്ച ഓരോ വസ്തുക്കളെ ജോയിൻറ്റ് ചെയ്തിട്ടാണ് ഒരു വണ്ടി മറ്റു കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെല്ലാം, അള്ളാഹുവിൻ്റെ സൃഷ്ടിയുടെ അത്ഭുതങ്ങളാണ് നമുക്കിതിലൂടെ എല്ലാം കാണുന്നത്. മനുഷ്യനെ ഒരു കുടുംബത്തിനടുത്ത് ഓടുന്നില്ലേ ഇത്, വല്ലാത്ത സാധനം തന്നെയാണ്. ഇപ്പം കാറിൻ്റെ ബ്രേക്ക് പാഡ് ഒന്ന് ഞാൻ പഠിച്ചു, ബാക്കിയെല്ലാം പഠിക്കണം അത്രേ. അങ്ങനെ ഓരോന്നിങ്ങനെ അയച്ച് ചേർക്കുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കും. അങ്ങനെ സാധനം എന്താണെന്ന് നമുക്കതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഘടിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് അറിയില്ല. പിന്നെ കാറിനിങ്ങനെ ഉയർത്തി പൊന്തിച്ച് അതിലേക്ക് അവർ കാണുന്ന ആ ഫോട്ടോയിൽ കാണുന്നുണ്ടല്ലോ, അതാണ് ആ ബ്രേക്ക് പാഡ്. അതിനവർ അയച്ചെടുത്ത് പുതിയ ബ്രേക്ക് പാഡ് അതിനിടും, ഇട്ട് തരും. അത് ബാക്ക് വീലുണ്ടാവില്ല, ഫ്രണ്ട് വീലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഈ ബ്രേക്ക് എന്നത് ഫ്രണ്ട് വീലിൽ ഉണ്ടാവുള്ളൂ. കാരണം അത് ഫ്രണ്ടിലാണ് അതിൻ്റെ മിഷൻ കിടക്കുന്നത്. അപ്പോൾ മിഷൻ ഫ്രണ്ടിൽ കിടക്കുന്നത് കൊണ്ട് അവിടെ ബ്രേക്ക് പാഡ് മുന്നിൽ കഥ കണ്ടോ, അതിനകത്ത് അയച്ചു വെച്ചിട്ടുണ്ട്, ഓപ്പൺ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇനിയിപ്പോൾ പുതിയ പാഡ് അതിന് ഘടിപ്പിക്കും. ഓക്കെ, ഇൻഷാ അല്ലാഹ്.